ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഈ ബർത്ത്ഡേ എനിക്ക് സ്പെഷ്യലാണ്. അപ്പോൾ രാവിലെ തന്നെ വാപ്പിച്ചു പറഞ്ഞു പെട്ടെന്ന് റെഡി ആയി കഴിഞ്ഞാൽ കുറച്ച് ഡ്രസ്സ് എടുത്ത് തരാമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകുകയാണ് കേട്ടോ. ഇക്കാക്കായും മലിഫിനെയൊക്കെ നേരത്തെ ഗിഫ്റ്റ് തന്നവർ സേഫായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വാപ്പിച്ചിയുടെ ഗിഫ്റ്റാണ്. അപ്പോൾ വാപ്പിച്ചി ഡ്രസ്സാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് എന്തൊക്കെ ഗിഫ്റ്റ് വേണം ഞാൻ ഓൾറെഡി പറയും. വാപ്പിച്ചിയുടെ എനിക്ക് ഡ്രസ്സ് വേണം, കേക്ക് വേണം, അങ്ങനെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായി. അതാണ് ഇന്നത്തെ ഷോപ്പിങ്ങിൻ്റെ കാരണം. ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി തന്നെയാണ് കേട്ടോ. എൻ്റെ ഫാമിലി, എൻ്റെ പാരൻസ്, എൻ്റെ സിബ്ലിങ്സ്, ഹസ്ബൻഡ്, കിഡ്സ് എല്ലാം ബെസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ബെസ്റ്റായിട്ടുള്ളവർ എനിക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെ ഓരോ സ്റ്റേജിലും എനിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ തരും. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാലും അത് അവർ തന്നെ സോൾവ് ചെയ്തോളും. അങ്ങനെ ഒരു സേഫ് സോണിലാണ് കേട്ടോ ഞാൻ വളർന്നതും ഇതുവരെ ഞാൻ നിന്നിട്ടുള്ളതും. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് ഞാൻ ഇന്നത്തെ ബർത്ത്ഡേയിൽ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എൻ്റെ കൂടെ ഉണ്ട്. ഗ്രാൻഡ് പാരൻസും പിന്നെ ഫർസും ആണ് കേട്ടോ ഇല്ലാത്തത്. അങ്ങനെ ആ ഒരു എൻജോയ്മെൻറ്റാണ്. നമ്മളൊരു ഐസ്ക്രീം കേക്കൊക്കെ വാങ്ങിച്ച് ശരിക്കും കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നില്ല, കോരി തിന്നുമായിരുന്നു കേട്ടോ. അങ്ങനെ അത് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തു. എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ചൂടോടെ വെസ്റ്റ് സൈഡിൽ നിന്ന് ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു വലിയ വെസ്റ്റ് സൈഡ് ഫാനാണ്. അവിടുത്തെ ഇന്നത്തെ നല്ല കളക്ഷൻസ് മൊത്തം എനിക്ക് വാപ്പിച്ച് എടുത്ത് തന്നിട്ടുണ്ട്. അലിഫ്റ്റയ്ക്കും കിട്ടി. പിന്നെ ഒരു നയൻതാര വർക്ക് ഞാനൊന്ന് ട്രൈ ചെയ്തതാണ്. പിള്ളേരും ഉമ്മച്ചിയുടെ കയ്യിലേപ്പിച്ചിട്ട് ഞാനും ഇക്കാക്കായും ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങുവാണ് കേട്ടോ. ഇപ്പോൾ രാത്രി 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹണി കേക്കിലെ സ്റ്റീക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് നമ്മൾ കഴിക്കാനായിട്ട് പോകുന്നത്. ഹണി കേക്കിൽ സ്റ്റീക്കാണ് കേട്ടോ എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഇത് എൻ്റെ സ്റ്റീക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കൊരു സർപ്രൈസും കിട്ടി. ഇക്കാക്ക് ക്യാൻറ്റിലും ഈ ഒരു കേക്കൊന്നും പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല. അങ്ങനെ അതും വന്നു. പക്ഷെ ഇക്കാക്കയുടെ കയ്യിൽ ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ കിട്ടിയൊരു കേക്കായിരുന്നു കേട്ടോ അത്. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞോൻ. അപ്പോൾ അതൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ കേക്കൊക്കെ ഭയങ്കര യമ്മിയാണ് കേട്ടോ. ഇന്നത്തെ അപ്പം എൻ്റെ ഈ സ്പെഷ്യൽ ഡേ ബെസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ വളരെ അൽഹംദുലില്ലാ പടച്ചവനോട് വളരെയധികം നന്ദിയുണ്ട്. ഒരു കുട്ടിയായിട്ടിരിക്കുമ്പോൾ കിട്ടേണ്ട എല്ലാം എനിക്ക് ബെസ്റ്റായിട്ട് തന്നെ തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കും കുട്ടികളായി, അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാനും ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇനി ഞാനിപ്പോൾ വലുതായി എന്നുള്ളൊരു തോന്നലൊക്കെ വന്നുകൊണ്ടാണ് ഞാൻ ഇന്നൊരു സ്പെഷ്യലായിട്ട് പീസ്ഫുള്ളി മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഈ ഒരു ബർത്ത്ഡേ എൻ്റെ ഫാമിലിയോടൊപ്പം തന്നെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. സെലിബ്രേഷനല്ല, കുഞ്ഞതായിട്ട് കുട്ടിയായിട്ട് ചെറുപ്പത്തിൽ വാപ്പിച്ചിലൂടെ പോയി ഡ്രസ്സ് വാങ്ങിച്ച പോലെ കുറേ ഡ്രസ്സ് വാങ്ങിച്ച് എൻ്റെ ഫാമിലിയായിട്ട് ചെറുതായിട്ട് കേക്ക് കട്ട് ചെയ്ത് ഹസ്ബൻഡായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെ ഒരു നല്ലൊരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അൽഹംദുലില്ലാ.